എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് നാലാഞ്ചിറ ബദനി നവജീവൻ പ്രോവിൻസ് ആശ്രമാംഗം ഫാദർ ഡാമിയൻ OACHൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. എൻ്റെ വീട് പത്തനംതിട്ട പുത്തൻപീടികയിൽ ആണ്. എൻ്റെ വീട്ടുപേര് പീടികയിൽ നിന്നാണ്, എടനാട്ട് പീടികയിൽ നിന്നാണ്. ഞാൻ 1939 ജനിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ പേര് തോമസ് എന്നും ശോശാമ്മ എന്നും. 1958 ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവല്ല ബദനി ആശ്രമാംഗമായി സന്യാസ ജീവിതം ആരംഭിച്ചു. 1968 വൈദികനായി അഭിഷിക്തനായി. എനിക്ക് 5 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഒരാളേ ഉള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചുപോയി. ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്ക സഭയിലാണ്. 1939 ഞാൻ ജനിച്ചു. എൻ്റെ മാതാപിതാക്കന്മാർ 1926 കത്തോലിക്ക സഭയിൽ ചേർന്നതാണ്. കൊല്ലം രൂപതയിൽ ചേർന്നു. പീടികയിൽ അച്ഛന് ഗീവർഗീസ് പീടികയിൽ എന്ന അച്ഛന് എൻ്റെ വല്യപ്പച്ചനാണ്. അവരുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ പുത്തൻപീടികയിലെ കുറേ വീട്ടുകാർ, അവിടുത്തെ പ്രധാനപ്പെട്ട കുറേ വീട്ടുകാർ കത്തോലിക്ക സഭയിൽ ചേർന്നു, കൊല്ലം രൂപതയിൽ ചേർന്നു. യാക്കോബ് സഭയിൽ നിന്നും മറ്റും കത്തോലിക്ക സഭയിൽ ചേർന്നതായ ആൾക്കാർ മലങ്കറീത്തിൽ വന്നപ്പോൾ പുത്തൻപീടികയിലുള്ളതായ ലത്തീൻപള്ളി ചേർന്നതായ ആ ആൾക്കാർ, യാക്കോബക്കാർ ചേർന്ന് കത്തോലിക്ക യാക്കോബ് സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിൽ ചേർന്ന ആൾക്കാർ മലങ്കറീത്തിൽ തിരിച്ചു വന്നു, മലങ്കറീത്തിലോട്ട് വന്നു. അങ്ങനെ പുത്തൻപീടികയിലെ മലങ്കറീത്ത് പള്ളിയിൽ ആണ് ഞാൻ എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു 48-40 മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ജീവിച്ചത് കത്തോലിക്ക മലങ്കറീത്തിലാണ്. അവിടെ ഞാൻ അവിടെ സ്കൂളിൽ ചേർന്ന് പഠിച്ചു. സ്കൂളിൽ പഠിച്ചിട്ട് 1958 സ്കൂൾ ഫൈനൽ പാസ്സായി. അതിനുശേഷം തിരുവല്ല ആശ്രമത്തിൽ ചേർന്നു. തിരുവല്ല ആശ്രമത്തിൽ ചേർന്ന ആശ്രമം എന്ന് പറഞ്ഞാൽ എനിക്ക് ആശ്രമത്തിൽ ചേരുന്നതിനായിട്ട് വലിയ താല്പര്യം, അങ്ങനെയുള്ള താല്പര്യം ഇല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ എൻ്റെ വലിയ രൂപതയിലെ അച്ഛന്മാരെ, അപ്പോൾ രൂപതയിലെ അച്ഛന്മാരെക്കുറിച്ച് എനിക്കറിയത്തുള്ളായിരുന്നു. അതുകൊണ്ട് ആശ്രമത്തിലെ അച്ഛന്മാരെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. പക്ഷെ ആശ്രമത്തിൽ ചേരാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഇടവ വികാരിയാണ്, ഫാദർ മാത്യു ഏഴാനിക്കാട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആശ്രമത്തിൽ ചേർന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ എൻ്റെ വല്യപ്പനായിരുന്ന ഗീവർഗീസ് പീടികയിൽ അച്ഛനും എന്നോട് പറഞ്ഞു, പീടികയിൽ ആശ്രമത്തിൽ ചേരുക, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആശ്രമത്തിൽ ചേർന്നത്. ഏതായാലും ആശ്രമത്തിൽ ചേർന്നത് നല്ലതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആശ്രമത്തിൽ ചേർന്നതിന് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം ഞാൻ ആശ്രമത്തിൽ തിരുവല്ല ആശ്രമത്തിലാണ് ചേർന്നത്. തിരുവല്ലയിലെ 1 വർഷം കഴിഞ്ഞു താമസിച്ചു. അതിനുശേഷം നാലാഞ്ചിറ ആശ്രമത്തിലേക്ക് വന്നു. അവിടെ 2 വർഷത്തോളം നാലാഞ്ചിറ ആശ്രമത്തിൽ താമസിച്ചു. അതിനുശേഷം പൂനായ്ക്ക് പോയി. പൂനായിലെ മേജർ സെമിനാരി ഫിലോസഫിയും തിയോളജിയും പഠിക്കുന്നതിനായിട്ട് പൂനായിൽ പേപ്പർ സെമിനാരിൽ പോയി. അവിടെ പഠിച്ചു. 1968 ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എന്നെ വൈദികനായിട്ട് അഭിഷേകം ചെയ്തു. അതുമുതൽ ഞാൻ ആശ്രമത്തിൽ വൈദികനായിട്ട് ജോലി ജീവിക്കുന്നു. തുല്യം പൗരോഹിത്യ ജീവിത കാലയളവുകളിൽ നിരവധി മിഷൻ ഫീൽഡുകളിലും നിരവധി ഇടവകകളിലും വികാരിയായി ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ നാലാഞ്ചിറയിലുള്ള ബദനി ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഫാദർ ഡാമിയൻ OACH. എൻ്റെ ജീവിതം പറഞ്ഞാൽ എനിക്ക് സന്തോഷകരമാണ്. രൂപത്തിലുള്ളതായ ആശ്രമം ചേർന്നതിനെക്കുറിച്ച് ഒരു വേവലാതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതോ അത് നഷ്ടമൊന്നും തോന്നാറില്ല. അത് സന്തോഷമാണ്, കൂടുതൽ ആനന്ദകരമാണ്. ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ കഴിയുന്നിടത്ത് മിഷൻ പ്രവർത്തനം ചെയ്യാനായിട്ട് തന്നെ എനിക്ക് സാധിച്ചു. ആഗ്രഹിച്ചിടത്തോളം സാധിച്ചില്ലെങ്കിൽ തന്നെയും കുറേയൊക്കെ സാധിച്ചു. കുറേയൊക്കെ ഞാൻ ജോലി ചെയ്തത് എൻ്റെ പത്തനംതിട്ട തന്നെയാണ് കൂടുതൽ സമയം ജോലി ചെയ്തത്. ആദ്യം ഞാൻ കുമ്പഴ പോയിട്ട് അവിടെ പിന്നീട് കുറച്ച് ദിവസം താമസിച്ചിട്ട് തിരിച്ച് തിരുവല്ല ആശ്രമത്തിൽ വന്നു.
തിരുവല്ലായിലെ ആശ്രമത്തിൽ ഒരു വർഷം താമസിച്ചു. അവിടെ ആ സമയത്ത് എനിക്ക് വാകത്താനത്ത് പള്ളിയുണ്ടായിരുന്നു. വാകത്താന സ്ഥലത്ത് ഒരു മിഷൻ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചു ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ കുമ്പഴയിലോട്ട് വിട്ടു. കുമ്പഴ ആശ്രമത്തിൽ ഞാൻ 4 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് 3 പള്ളികളുണ്ടായിരുന്നു. ചില പള്ളികളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഓർത്തഡോക്സ് ഇന്നത്തെ പോലെയല്ല. ഇന്നത്തെ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയായിട്ട് വളരെ മത്സരമുള്ള സമയമാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ പള്ളികൾ തമ്മിൽ വളരെ അടുത്തടുത്തായിരിക്കും. ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്തായിരിക്കും മിക്കവാറും പല മലങ്കര പള്ളികളും. ആ പള്ളികളൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായ ഫ്രിക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതായ എതിർപ്പ് അവർ കാണും. ആ പൂങ്കാവലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എതിർപ്പുള്ള സ്ഥലമായിരുന്നു. എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ളതായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. അവിടെ വേണ്ട രീതിയിലുള്ളതായ എല്ലാ സംവിധാനം ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൻ്റെ കൃപ എനിക്ക് തന്നു. അവിടെ പള്ളി മതിൽ കെട്ടാനും അതുപോലെ നമ്മുടെ കുരിശടി പണിയാനൊക്കെ അത് ഭയങ്കര എതിർപ്പുള്ള സ്ഥലമായിരുന്നു. പക്ഷേ അതൊക്കെ സാധിച്ചു. അപ്പോൾ അതിനുശേഷം 74 ശേഷം ഞാൻ എന്നെ പിന്നീട് മീനങ്ങാടിയിലോട്ട് പോയി. മീനങ്ങാടി എന്ന് പറയുന്നത് പിന്നീട് ബത്തേരി അടുത്താണ്. ബത്തേരി മീനങ്ങാടി. അവിടെ 3 പള്ളികളുടെ ചുമതല ഉണ്ടായിരുന്നു. നമ്മുടെ ആശ്രമത്തിൻ്റെയും 3 പള്ളിയുടെ ചെറിയ പള്ളികളൊക്കെയാണ്. അവിടെ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നീട് വീണ്ടും തിരുവല്ലായി വന്ന് അവിടെ 2 പള്ളിയുടെ ചുമതല ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ആശ്രമത്തിൻ്റെയും തിരുവല്ല ആശ്രമത്തിൻ്റെയും ചുമതല കുറേ നാളത്തുണ്ടായിരുന്നു. അതിനുശേഷം കുമ്പഴയോട്ട്, അതായത് പത്തനംതിട്ടയോട്ട് വീണ്ടും തന്നെ കുമ്പഴ ആശ്രമത്തിലോട്ട് ട്രാൻസ്ഫർ ആക്കി. നേരത്തെ ഉണ്ടായിരുന്നതായ 3 പള്ളികൾ ഒഴിച്ച് 2 പള്ളികൾ ആയിട്ട് ചുമതലയായിരുന്ന സമയത്തുണ്ടായിരുന്നത്. പൂങ്കാവിൻ്റെയും നേരത്തെ ഉണ്ടായിരുന്ന 2 പള്ളികൾ തന്നെ ചുമതല. അവിടെ വീണ്ടും പ്രവർത്തിച്ചു. വളരെ എൻ്റെ കഴിവനുസരിച്ച് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അവിടെ ഒരു പള്ളി പണിയാൻ സാധിച്ചു. അവിടെ അവിടെ ഒരു 8 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം എന്നെ മീനങ്ങാടിയിൽ നിന്ന് കുമ്പഴയോട്ട് വന്നു. അവിടെ 8 വർഷം പിന്നീട് അവിടെ 2 പള്ളികളുടെ ചുമതലയായിട്ട് 8 വർഷം അവിടെ ജോലി ചെയ്തു. ആ സമയത്ത് ഒരു പള്ളി പണിയുന്നതിനും ഈ നേരത്തുള്ള പള്ളികൾ തന്നെയാണ്, ആദ്യത്തെ ഏൽപ്പിച്ചത് പള്ളി തന്നെയാണ് പിന്നെ ഏൽപ്പിക്കുന്നത്. അവിടെ ആ പള്ളിയിലെ പള്ളി പണിതു. അവിടെ സംവിധാനങ്ങളെല്ലാം ചെയ്തു. കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ആദ്യകാലത്ത് വളരെ കുറച്ച് ആൾക്കാരെ പള്ളിയിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കൂടുതൽ ആൾക്കാർ വന്നു. പിന്നീട് ആ സമയത്ത് പോരുമ്പോൾ 86 വീട്ടുകാർ ആ പള്ളിയിലുണ്ടായിരുന്നു, പൂങ്കാവ് പള്ളിയിൽ. അതിനുശേഷം ഞാൻ കലയപുരത്തോട്ടാണ് വരുന്നത്. കലയപുരത്തോട്ട് തന്നെ വിടുന്നു. അപ്പോൾ 2000-ലാണ്. 2000 കലയപുരത്ത് വരുന്നു. അവിടെ 2 പള്ളിയിലായിരുന്നു ചുമതല. പക്ഷേ അവിടെ ഒരു പള്ളിയിലെ ചുമതല 1 വർഷത്തെ 9 മാസത്തോളത്തോളം അവിടെ ജോലി ചെയ്തേ. ഒരു പള്ളിയിൽ കലയപുരത്തിൻ്റെ സെൻട്രലുള്ള പള്ളി, മറ്റേ കിഴക്ക് ഒരു പള്ളിയുണ്ട്, അവിടെ 4 വർഷം ജോലി ചെയ്തു. അതുകൂടാതെ പള്ളി വികാരിയായിട്ടൊന്നുമല്ല, വികാരി അപ്പോയിൻമെൻറ്റ് തരാതെ വേറൊരു പള്ളിയിൽ, അതിനടുത്ത് ചെറിയൊരു പള്ളിയുണ്ടായിരുന്നു. ആ പള്ളിയിൽ സഹായിക്കാൻ പോകുമായിരുന്നു. അതിനുശേഷം എന്നെ പിന്നീട് വീണ്ടും കുമ്പഴയോട്ടാണ് വിട്ടത്. അപ്പോൾ 2004 ഞാൻ കുമ്പഴയോട്ട് പോയി. പിന്നീട് കുമ്പഴയിൽ തന്നെ 84 കുമ്പഴയിൽ നിന്ന് ഞാൻ പോകുന്നത് വെങ്ങോലയ്ക്കാണ്. അവിടെ കുറച്ച് നാളുണ്ടായിരുന്നുള്ളൂ. വെങ്ങോലയ്ക്ക് ഒരു 7 മാസം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ 2 പള്ളിയുടെ ചുമതല ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നെ കാഞ്ഞിരംകുളത്തോട്ട് വിട്ടു. 88 കാഞ്ഞിരംകുളത്ത് വരുന്നു. കാഞ്ഞിരംകുളത്ത് അവിടെ 3 പള്ളികളുടെ ചുമതല ഉണ്ടായിരുന്നു. കാഞ്ഞിരംകുളത്തും അതിന് ചുറ്റുമുള്ള മറ്റ് 2 പള്ളികളുടെ ചുമതല ഉണ്ടായിരുന്നു. അതിനുശേഷം 92 കർണാടകത്തിലെ കടബായിക്ക് പോകുന്നു. കടബായിൽ അവിടെ 3 പള്ളികൾ ഉണ്ടായിരുന്നു. കൊടിയമ്പാല, കർമായി, ബത്തോടി, അങ്ങനെ 3 പള്ളികളുണ്ടായിരുന്നു. അത് ബത്തോടി പള്ളി ഞാൻ തന്നെ തുടങ്ങിയതാണ്. ഞാൻ ആരംഭിച്ച് കുറച്ച് വീട്ടുകാരേ ഉള്ളൂ. അവിടെ ഒരു പള്ളി ആരംഭിച്ചു. അതിനുശേഷം പിന്നീട് അവിടെ 4 വർഷം
അവിടെ ജോലി ചെയ്തു. അതിനുശേഷം വീണ്ടും കുമ്പഴോട്ട വിടുന്ന് 8 വർഷം ജോലി ചെയ്തു. ഇതിനുശേഷം പിന്നീട് തൃപ്പാദം ആശ്രമത്തിലോട്ട് വന്നു. അവിടെ താമസിച്ചു. പിന്നീട് അതിനുശേഷം ഇവിടെ താമസിക്കുന്നു. ജീവനേ സ്വന്തമേ. ദൈവികമായ തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി സന്യസ്ത ജീവിതത്തിൻ്റെയും പൗരോഹിത്യ ജീവിതത്തിൻ്റെയും ശുശ്രൂഷ വഴികളിലൂടെ അനേകർക്ക് ക്രിസ്തു സ്നേഹവും ക്രിസ്തു വെളിച്ചവും പകർന്നു നൽകി ജീവിതം തുടരുകയാണ് ഫാദർ ഡാമിയൻ OAC അച്ഛൻ. ആരാധന 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 ആരാധന. അവർ പിന്നീട് ഈ മാത്യാഴാനിക്കട്ടച്ചൻ എന്ന് പറയുന്നത് മലബാറിയത്തിൽ നിന്ന് വന്ന അച്ഛനാണ്. ഇവിടെ മലബാറിയത്തിൽ വന്ന് ഇവിടെ തിരുവനന്തപുരം രൂപതയിൽ ജോലി ചെയ്ത അദ്ദേഹത്തിന് അവിടുത്തെ അദ്ദേഹം മൈലപ്ര സ്കൂളിലെ പിന്നീട് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ പള്ളിയുടെ വികാരിയും വേറൊരു പള്ളിയുടെ വികാരിയും ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യരാണ്. അവരെക്കുറിച്ച് മാതൃകാപരമല്ലാത്ത ഒരു കാര്യവും അവരിൽ നിന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും മാതൃകാപരമായ ജീവിതമാണ് അവർ ജീവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പീഡിയയിൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പീഡിയയിലച്ഛൻ എന്ന് പറഞ്ഞാൽ അവർ എൻ്റെ വല്യപ്പച്ചനാണ്. അത് അവരുടെ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളോട് സ്നേഹവും കാണി നമ്മൾ കൊണ്ടുണ്ട് അച്ഛൻ പിന്നെ പ്രോത്സാഹനവും പ്രചോദനമൊക്കെ തരും. ഞാൻ പറഞ്ഞത് ഈ അച്ഛനും അവരൊക്കെ നല്ല മനുഷ്യരാണ്. അവരുടെയൊക്കെ പ്രചോദനവും കാഴ്ചപ്പാടൊക്കെ അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ളതായ സഹകരണവും സഹായവും ഒക്കെ വൈദികനാകാനായിട്ട് പ്രേരിപ്പിച്ചു. ആശ്രമത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർക്കൊന്നും വലിയൊന്നും ഒന്നും ഉണ്ടായിരിക്കില്ല. ആശ്രമമൊന്നും എന്താണെന്നോ ആശ്രമ ജീവിതം എന്താണെന്നൊന്നും വൈദിക ജീവിതം ഞങ്ങളെ അറിയത്തുള്ളൂ. മറ്റു ജീവിതമൊന്നും അറിയത്തില്ലായിരിക്കണം. എനിക്കും അറിയത്തില്ലായിരുന്നു. ആശ്രമ ജീവിതം എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ അടുത്ത ആശ്രമക്കാരൊന്നുമില്ല. ജോണച്ചൻ പറഞ്ഞ അച്ഛനുണ്ട്. ഇപ്പം നമ്മുടെ ജയശ്രീഞ്ചൻ്റെ ബന്ധുവായ അച്ഛനാണ്. എൻ്റെ ഒരു അടുത്ത റിലേഷനാണ്. പക്ഷേ അച്ഛനെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് ആശ്രമ ജീവിതം എന്താണെന്ന് അറിയത്തില്ലല്ലോ. പിന്നീട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇപ്പോഴും അവരോടൊക്കെ എല്ലാ സൗകര്യങ്ങളും പ്രാർത്ഥന ജീവിതത്തിനൊക്കെ വളരെ എല്ലാ സഹായമുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും പ്രചോദനം കൈക്കൊണ്ട് ദൈവത്തിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആണ് നമ്മൾ ആത്മാക്കളെ രക്ഷിക്കാനുള്ളതായ ആ താല്പര്യം ഉണ്ടാകേണ്ടത്. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് മറ്റു മനുഷ്യരോടുള്ള ബന്ധം ഉണ്ടാകേണ്ടത്. ആ മനുഷ്യരെ രക്ഷിക്കുന്നതിനുള്ളതായ താല്പര്യം ഉണ്ടാകുന്നതും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ദൈവത്തിൽ നിന്ന് ബന്ധം കിട്ടി നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് നന്നായിട്ട് ജീവിക്കാനോ മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിലും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിലും ദൈവത്തിൻ്റെ കൃപ എപ്പോഴും ആവശ്യമാണ്. അതിന് പ്രാർത്ഥന എപ്പോഴും സഹായിക്കും. പ്രാർത്ഥന എപ്പോഴും ആവശ്യമാണ്. ദൈവത്തോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുന്നത്. ദൈവം നമുക്ക് തന്നാലും തന്നെ നമ്മൾ പിന്നെ സ്വീകരിക്കാൻ ഒരുക്കമായിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് നാം അതിനൊരുങ്ങുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ ജീവിച്ച ശേഷം അവൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരമായ ഒരു ലോകം ഈ ലോകത്ത് ജീവിക്കാനുള്ള ജീവിതത്തിന് വേണ്ടി മനുഷ്യനെ ദൈവം ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ ദൈവത്തെ അറിയാനുള്ളതായ സാഹചര്യം ലഭിച്ചവരെ ലഭിച്ചതനുസരിച്ച് ജീവിക്കണം. സാഹചര്യം ലഭിച്ചിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിച്ചാൽ അത് ദൈവത്തെ എതിർക്കുന്നതാണ്, ദൈവത്തെ ദ്രോഹിക്കുന്നതാണ്. അപ്പോൾ ദൈവം ഈ ലോകത്തിൽ വന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടുന്ന് മനുഷ്യൻ പോയപ്പോൾ അവിടുന്ന് അവനെ വീണ്ടെടുത്തു. തൻ്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും വഴിയായിട്ട് അവിടുന്ന് അവനെ വീണ്ടെടുത്തു, രക്ഷിച്ചു. ആ രക്ഷ നൽകുന്നതിനായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഏർപ്പാട് ചെയ്തു. തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. അവിടെ സഭ സ്ഥാപിച്ചു. അപ്പോൾ ആ ശിഷ്യന്മാർ കർത്താവ് പറയുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമ, ഉത്തരവാദിത്വം. ഇന്നത്തെ മനുഷ്യന് സാധാരണഗതിയിൽ പല മനുഷ്യരും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഇല്ലാതെ പലപ്പോഴും ഭൗതികമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നതിൽ കുറച്ചു കാലം ജീവിച്ചു പോയി. അങ്ങനെ ജീവിച്ചു പോയിട്ട് അർത്ഥം എന്താണെന്ന് പോലും അവർക്കും അറിയില്ല. ഏതായാലും ആരും ഈ ലോകത്തിൽ 100-110 വർഷക്കുള്ള അധികം പേരാരും ജീവിച്ചതായിട്ടുണ്ട്. ജപ്പാനിലൊക്കെ ഏതാനും പേരൊക്കെ ജീവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അല്ലാതെ കൊണ്ട് സാധാരണഗതിയിൽ പറഞ്ഞാൽ
100 വയസ്സ് താഴെയൊക്കെയുള്ളൂ മനുഷ്യരുടെ ജീവിതം. അപ്പോൾ ഈ ജീവിതമൊക്കെ ഈ 100 വർഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടന്നു. ഇപ്പം എനിക്ക് 86 വർഷം ഉണ്ടെന്ന്, 86 വയസ്സായെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇന്നലെ പോലെ പോയി. 86 വയസ്സ് പെട്ടെന്ന് പോയി. ഓരോ ദിവസവും അതിന് വലിപ്പം, അതിൻ്റെ ദീർഘം ഉണ്ടെങ്കിലും ആ ജീവിച്ച് കഴിയുമ്പോൾ, ആ ദിവസം കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പോയി. അത്രയേ ഉള്ളൂ. അപ്പോൾ 1 വർഷത്തിന് അതിൻ്റെ ദീർഘമുണ്ടെങ്കിൽ തന്നെ 1 വർഷം കഴിയുമ്പോൾ അതങ്ങ് പോയി. അപ്പോൾ പെട്ടെന്ന് ജീവിതം നമുക്ക് പെട്ടെന്ന് പോവുകയാണ്. എന്നാൽ ഈ ജീവിതം പോയി കഴിഞ്ഞ് പിന്നെ ഒരു ജീവിതമുണ്ട്, നിത്യം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ ജീവിതത്തെ കണ്ടിട്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. ആ ജീവിതത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആ ജീവിതം നയിക്കേണ്ടത് അവൻ്റെ ഓരോ മനുഷ്യൻ്റെ ഇഷ്ടമനുസരിച്ചല്ല, ദൈവം പറഞ്ഞതനുസരിച്ച് ആണ്. ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് മനുഷ്യൻ ജീവിക്കുകയും ദൈവത്തോടുകൂടി ആയിരിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്നില്ലെന്നൊരിയിൽ ഈ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വലിയ അർത്ഥമില്ലാത്ത സംഗതിയാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വെച്ച് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ അനുഭവിച്ചാലും അതൊക്കെ വെറും നിഴലാണ്, മായ. പിന്നീട് സോളമൻ പറഞ്ഞു, എല്ലാം മായ. സോളമന് ഏറ്റവും സുഖമായിട്ട് ജീവിച്ച മനുഷ്യനാണ്, എല്ലാ സുഖങ്ങളും അനുഭവിച്ച മനുഷ്യൻ. പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞതാണ് എല്ലാം മായ. അത് മായ ശരി, അതാണ് എല്ലാം തന്നെ. എല്ലാം ഒന്നും യാതൊരർത്ഥവുമില്ല. എല്ലാം ഇപ്പം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വരികിൽ, ദൈവത്തോട് പ്രാപിക്കുന്നില്ലെന്ന് വരികിൽ ജീവിതങ്ങൾ കൊണ്ട് ജീവിതം എല്ലാം മായയാണ്, യാതൊരർത്ഥവുമില്ല. എന്ത് നേടിയാലും, പിന്നീട് എത്ര അധികാരം കിട്ടിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര പേര് ഉണ്ടാക്കിയാലും, എത്ര പേരുടെ നേരത്തെ പേരുള്ളവരുടെ പേരുകളൊന്നും ഇപ്പോൾ ഇന്നില്ലല്ലോ. പണ്ട് പേരുള്ളവരൊക്കെ ഉണ്ട്, ആ സമയത്ത് കഴിഞ്ഞു, പിന്നെ അവരുടെ പേര് പോയി. അപ്പോൾ ദൈവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക, ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. അങ്ങനെ പ്രാപിക്കാനായിട്ട് മനുഷ്യൻ ശ്രമിക്കണം. ആ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രാപിക്കാൻ പറ്റൂ. അല്ലാതെ അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാലൊന്നും ദൈവത്തെ പ്രാപിക്കാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞതനുസരിച്ച്, ദൈവം ആഗ്രഹിച്ചതനുസരിച്ച്, ദൈവം ക്രമീകരിച്ചതനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. അവൻ്റെ സ്വാതന്ത്ര്യത്തെയൊക്കെ അഴിയിൽ ആ ദൈവത്തിൻ്റെ വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടുള്ളതായ ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന്. വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ ഇടവകയിൽ നിന്നും പിന്നീട് അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളിൽ നിന്ന്. ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലെന്ന് വരികയിൽ തീർച്ചയായിട്ടും മനുഷ്യന് ദൈവത്തോട് അടുക്കുകയില്ല. ഇപ്പോൾ ഇന്നത്തെ കാലം പറഞ്ഞാൽ ഭൗതിക ചിന്താഗതിയാണെന്നാണ് പറയുന്നത്, മനുഷ്യൻ പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞത് അങ്ങനെയാണ്, ഭൗതിക ചിന്താഗതിയിലാണ് മനുഷ്യൻ വളരുന്നത്. ഭൗതിക ചിന്താഗതിയാണെന്ന് വരികയിലും അവന് ഇന്നത്തെ പിന്നെ 10-90 വർഷത്തെ ജീവിതത്തെ മാത്രം അവൻ ജീവിച്ചു പോകും. അപ്പോൾ അതിനുവേണ്ടി വേറെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കാലത്ത് വേണ്ട സമ്പാദിക്കാനും പണം ഉണ്ടാക്കാനും സൂഹിക്കാനും ഒക്കെ നാം നോക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല. ആ 90 വർഷം കഴിഞ്ഞാൽ പിന്നെന്താ അർത്ഥം? ഒരർത്ഥമില്ല. ഇപ്പോൾ എൻ്റെ ജീവിതം പറഞ്ഞാൽ 86 വയസ്സ് പറഞ്ഞു, എന്തോ ഒന്നുമില്ല. 86 വയസ്സെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു 5 വയസ്സോ 10 വയസ്സോ 15 വയസ്സുള്ള കുട്ടിക്ക് തോന്നി 86 വയസ്സ് ഒത്തിരിയാണെന്ന്. പക്ഷേ ജീവിച്ച് കഴിയുമ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും മാറി വരുന്നത് ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ജീവിതമാണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ദൈവത്തോട് ചേർന്ന് മനുഷ്യൻ ജീവിക്കണം. അവനെ സൃഷ്ടിച്ച ദൈവമാണ്, അവൻ്റെ മാതാപിതാക്കന്മാരിലൂടെ അവനെ സൃഷ്ടിച്ച ദൈവമാണ്. അവനെ വളർത്തുന്നതും പരിപാലിക്കുന്നതും അവൻ്റെ മാതാപിതാക്കന്മാരിലൂടെയോ മറ്റ് സാഹചര്യങ്ങളിലൂടെയോ ഒക്കെ ദൈവമാണ്. അപ്പോൾ ആ ദൈവബോധത്തിൽ അവൻ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരാതെ, ദൈവബോധത്തിൽ വളർന്നു വരാതെ ജീവിച്ചാൽ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം കാണില്ല. അപ്പോൾ അങ്ങനെ ദൈവബോധത്തിൽ വളർന്ന് ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അങ്ങനെ വളർന്നു വരേണ്ടത്. അത് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ ചുമതലപ്പെട്ട അധ്യാപകരുടെയും ഒക്കെ ചുമതലയാണ് കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സന്യാസ ജീവിതത്തിൽ 50 വർഷങ്ങൾ പൂർണ്ണമാക്കി അനേകയിടങ്ങളിൽ വൈദിക ശുശ്രൂഷകളിൽ ഭാഗവാക്കായി അനേകർക്ക് ആത്മചൈതന്യം പകർന്നു നൽകി നാലാഞ്ചിറയിലുള്ള ബഥനി ആശ്രമത്തിൽ വിശ്രമജീവിതം നയിക്കുകയാണ് വന്യവൈദികനായ ഫാദർ ഡാമിയൻ OAC അച്ഛൻ. നിന്നിൽ ഞാനും ചേർന്നിടാം
നാലഞ്ചിറ ബദനി നവജീവൻ പ്രോവിൻസ് ആശ്രമാംഗം ഫാദർ ഡാമിയൻ OACHന്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.